ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ കുജമാറ്റമാണ് പറയുന്നത്. അത് ഈ വരുന്ന 2024 ജൂലൈ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച അന്ന് രാത്രി 7:14 മേടത്തിൽ നിന്ന് ഇടവത്തിലോട്ട് കുജന്റെ സഞ്ചാരം 44 ദിവസമാണ്. അതായത് ആഗസ്റ്റ് 26 വരെ. ഇതിലൊരു പ്രത്യേകത, കുജനും ഗുരുവും സംയോജിക്കുകയാണ്. അപ്പം ഗുരുമംഗള യോഗം വളരെ പ്രത്യേകതയാണ്. ഇത് കഴിഞ്ഞതിൽ മേടത്തിൽ സംഭവിച്ചിരുന്നു ഗുരുമംഗളയോഗം. അതുപോലെ ഇപ്പോൾ ഇടവത്തിൽ സംഭവിക്കുകയാണ്. അപ്പൊ ഈ കുജൻ എന്ന് പറയുന്നത് 1.5 വർഷം കൊണ്ടാണ് ഒരു 12 രാശി കറങ്ങി വരുന്നത്. ചിലപ്പോൾ അപൂർവമായിട്ട് സംഭവിക്കും ഗുരുവിന്റെ കൂടെ. ഇതിൽ ഈ 44 ദിവസവും വളരെ പ്രത്യേകതയാണ്. ഇടവത്തിലാണ് സഞ്ചാരം. ഗുരു കുജൻ സംയോഗം. ഇടവത്തിൽ കുജന്റെ സഞ്ചാരം 44 ദിവസം. അപ്പൊ നമുക്ക് ഇതിപ്പോ മാസഫലം ഇതിൽ ഉൾപ്പെടുത്താം. അതായത് കർക്കിടക മാസം കൂടെ 28 പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ കർക്കിടകം കൂടെ വരെയില്ലേ. അപ്പൊ ഏതെല്ലാം രാശിക്കാർക്ക് ഗുണഫലം? അപ്പൊ മേടം മുതൽ മീനം വരെ രാശിക്കാർക്ക്, അതായത് അശ്വതി മുതൽ ഭരണി, കാർത്തിക, രോഹിണി ഇങ്ങനെ തുടങ്ങി മീനത്തിലെ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് 12 രാശിഫലം പറയണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2024 ജൂലൈ മാസം 12-ാം തീയതി തുടങ്ങി ആഗസ്റ്റ് 26 വരെ. അപ്പൊ മലയാളം പറയുകയാണെങ്കിൽ മിഥുനം 28 മുതൽ ചിങ്ങം 10 വരെ 44 ദിവസമാണ് സഞ്ചാരം. അപ്പൊ ആദ്യം നോക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാല്, മേടക്കൂറ്. ഇവർക്ക് എങ്ങനെ? ഇവർക്ക് നിലവിൽ വ്യാഴം 2-ലാണ്. ഇനി രാശി അധിപനായ ചൊവ്വ 8 രാശി അധിപനായ ചൊവ്വ 2-ൽ വരുന്നത് വളരെ പ്രത്യേകതയാണ്. ഇതിലിപ്പോ ചൊവ്വ, അതായത് കുജൻ ഗുരുവിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോ എങ്ങനെ പറയാം, ഭൂമി ലാഭമാണ് മെയിനായിട്ട് കാണുന്നത്. വീട് വാഹന യോഗം. അപ്പൊ ചൊവ്വയുടെ ദൃഷ്ടി 4-ാം ഭാവം 5-ൽ ദൃഷ്ടി വരെയാണ്. 4-ാം ഭാവ ദൃഷ്ടി 5-ൽ വരെയാണ് മേടത്തിന്. കുജന്റെ ചൊവ്വയുടേത് 4-ഉം 5-ാം ഭാവവും, പിന്നെ വ്യാഴന്റേത് 6-ാം ഭാവം ദൃഷ്ടി വരെയാണ്. എന്തൊന്നൊരു പ്രത്യേകത ഉള്ള സമയമാണ് ഈ സമയം. ഇപ്പൊ ചിലവർക്കൊക്കെ കുറെ കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കാം. കുടുംബത്തിലൊരു വിവാഹത്തിന്റെ കാര്യമാണെങ്കിലും, അത് ശുഭകാര്യം, അല്ലെങ്കിൽ ഒരു വീടിന്റെ പണി പൂർത്തിയാവാതെ കിടക്കുകയോ, അതിന്റെ എന്തെങ്കിലും സാങ്കേതിക തടസ്സമോ സാമ്പത്തികമായിട്ടുള്ള തടസ്സമോ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈ കാലയളവ് മാറും. ഗുരു നമുക്ക് അനുകൂലമാണെങ്കിലും കുജന്റെ കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ പ്രത്യേകതയാണ്. അത് ഡബിൾ ഭാഗ്യം എന്ന് പറയാം. ഇരട്ടി ലാഭം, ഇരട്ടി ഭാഗ്യം എന്നും പറയാം. അപ്പൊ അശ്വതി ഭരണി കാർത്തികകാലിന് ഈ 44 ദിവസം വളരെ അനുകൂലമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പം കുജനും ഗുരുവും ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പഠനം, അതിപ്പോ നമുക്ക് എങ്ങനെ പറയാം, കുജന്റേത് വെച്ചിട്ട് അഗ്നി സംബന്ധമായിട്ടുള്ള തൊഴിൽ വളരെ പ്രത്യേകതയാണ്. ഏതെങ്കിലും ഇപ്പൊ എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇപ്പൊ റെയിൽവേ പോലത്തെ എന്തെങ്കിലും ജോലി സാധ്യത, ഗവൺമെന്റ് തലത്തിൽ പോലീസ് വകുപ്പിലൊക്കെ നമ്മളൊരു ജോലി അന്വേഷിച്ച് നിൽക്കുകയാണെങ്കിൽ, അത് ഒരു ടെസ്റ്റ് എഴുതി നിൽക്കുകയാണെങ്കിൽ അത് സെലക്ട് ആവുക. എന്തുകൊണ്ടും അത് അധികാര അവസ്ഥയിലിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ. പഠന വിഷയത്തിലാണെങ്കിലും ഇപ്പം നീറ്റ് പോലെ പരീക്ഷ എഴുതി നിൽക്കുന്നവർ പാസ്സാവാനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഉന്നത വിജയം കൈവരിക്കാനൊക്കെ സാധിക്കും. കുജഗുരു സംയോഗം എന്ന് പറഞ്ഞത് വളരെ പ്രത്യേകതയാണ്. 2 മിത്രങ്ങളാണ്. അപ്പം ശുഭഗ്രഹവും പാപഗ്രഹവും ആണെങ്കിലും ഇവർ നമുക്ക് ഡബിൾ യോഗം തരും, അതായത് ഇരട്ടി യോഗം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിവാഹാദി കാര്യങ്ങളിലൊക്കെ ഈ നക്ഷത്രത്തിൽ കുട്ടികളുണ്ടെങ്കിലും ഫാമിലിക്കകത്ത് ഒരു വിവാഹ ഇത് നടക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഈ നക്ഷത്രക്കാരൻ മുന്നിട്ട് നടത്താൻ, നമ്മൾ മുന്നിൽ നമ്മളെ മെയിനായിട്ട് നിർത്തി ഒരു വിവാഹം നടത്തിക്കാനുള്ള അതിനുള്ള നമുക്കൊരു അംഗീകാരം, അത് മനസ്സിനൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാലയളവ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും, അതായത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ബിൽഡേഴ്സ്, ഇവർക്കൊക്കെ വൻ ലാഭം കൊയ്യാനുള്ള സമയമാണ് ഗുരു കുജ സംയോഗം, അതായത് ഗുരുമംഗളയോഗം. വളരെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടും മേടക്കൂറുകാർക്ക് സർവ്വ ഐശ്വര്യമാണ് ഫലം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കൂറുകാർക്ക് എങ്ങനെ. അപ്പൊ ഇടവത്തില് കാർത്തിക, മുക്കാല്, രോഹിണി, മകേരാര ഇവർക്ക് ജന്മഗുരുവാണെങ്കിലും 12 7-ാം ഭാവാധിപനായ കുജൻ
ഗുരുവിന്റെ കൂടെ സഞ്ചരിക്കുന്നത് വളരെ പ്രത്യേകതയാണ്. ദൈവാനുഗ്രഹം കൂടുന്ന സമയം ഈ 44 ദിവസം. 11 പിന്നെ ഗുരുവിന്റെ വീട്ടിൽ സർപ്പന്റെ സഞ്ചാരമൊക്കെ നമുക്ക് വെളി രാജ്യങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ധനസഹായം വരാനോ, ഇപ്പൊ ഗൾഫിൽ പോകാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ഒരു അവസരം വരാനോ, ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പെട്ടെന്നുള്ള ലാഭം വരാനോ, ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പെട്ടെന്നുള്ള ലാഭവിഹിതം കൂടാനുള്ള അവസരം കാണുന്നു. പഠന വിഷയത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിലും കാർത്തിക മുക്കാലി രോഹിണി മകയിരായവർക്ക് ഉന്നത വിജയം കൈവരിക്കാനുള്ള സമയമാണ്. അത് ഉന്നത വിജയം കൈവരിക്കാനുള്ള സമയമാണ് കാണുന്നത്. എന്തുകൊണ്ടും ഇടവക്കൂറുകാർക്കും ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. വിവാഹാദി കാര്യങ്ങളിലാണെങ്കിൽ 7ാം ഭാവാധിപന്റെ സഞ്ചാരം ശുഭഗ്രഹമായ ഗുരുവിന്റെ കൂടെ ആകയാൽ പെട്ടെന്നുള്ള ഒരു ആലോചന വരാനോ, ഈ നക്ഷത്രത്തിൽ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ ഈ 44 ദിവസം നമുക്ക് വളരെ അനുകൂലമാണ്. കുടുംബത്തിൽ ശുഭകാര്യം, അതായത് ഇപ്പൊ വീട്ടിൽ തന്നെ മോനോ മോക്കോ ഒരു വിവാഹ ആലോചന വരാനോ പെട്ടെന്ന് നടത്തിക്കാനുള്ള ഒരു യോഗം കാണുന്നു. പിന്നെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജന്മഗുരു അത്ര നന്നല്ല. 8, 11ാം ഭാവാധിപനാണെങ്കിലും ആദ്യം 8ന്റെ ഫലം ചെയ്യും. യൂറിനറി ഇൻഫെക്ഷൻ പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു. അതായത് എങ്ങനെ പറയാം, ജലജന്യ രോഗം പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. പരിഹാരാർത്ഥം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം കൊടുക്കുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് മിഥുനക്കുറുകാർക്ക് എങ്ങനെ. മകര, തിരുവാതിര, പുണർത, മുക്കാല് ഇവർക്ക് 12ലാണ് ഈ വരുന്ന 12ാം തീയതി, ജൂലൈ 12ാം തീയതി കുജന്റെ സഞ്ചാരം. അപ്പൊ 12 നിലവിൽ വ്യാഴന്റെ സഞ്ചാരമുണ്ട്. അപ്പൊ എങ്ങനെ പറയാം, കുജൻ പാവഗ്രഹമാണ്. 12 വ്യാഴന്റെ സ്ഥിതി ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ആവാനുള്ള സമയമാണ്. എന്തെങ്കിലും കൈനഷ്ടം, ഒരു വാഗ്ദാനങ്ങൾ ലഭ്യപ്പെടരുത്, അലച്ചിൽ കൂടുന്ന സമയമാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധ വേണം. പിന്നെ ഫൈനാൻഷ്യൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ ശ്രദ്ധ പുലർത്തണം. കുജന്റെ സഞ്ചാരം 12ൽ വിരയസ്ഥാനം ആകയാൽ അത് 11ാം ഭാവാധിപൻ 12ൽ വരുമ്പോൾ നമുക്ക് വിരയം സംഭവിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധ വേണം. അതും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ. പഠന വിഷയത്തിലൊക്കെ കുട്ടികൾക്ക് ഇപ്പം ഒരു അലസതയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് പരിഹാരാർത്ഥം കുജ ഗുരു സംയോഗത്തിന് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാലഭിഷേകം നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. പ്രായമായവരുണ്ടെങ്കിലും ഇവർക്ക് ഈ കാലയളവ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത വരാനോ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു വീഴ്ച പറ്റാനുള്ള അവസരം കാണുന്നു, വളരെ ശ്രദ്ധ വേണം. അതായത് മകര, തിരുവാതിര, പുണർത, മുക്കാലി. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, വളരെ ശ്രദ്ധ വേണം. അതായത് ഈ വരുന്ന ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ കുജന്റെ സഞ്ചാരം ഗുരുവിന്റെ കൂടെ ആയാൽ അത് വിരയസ്ഥാനം 12ൽ വളരെ ശ്രദ്ധ വേണം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കർക്കിടക കൂറുകാർക്ക് എങ്ങനെ. കർക്കിടക കൂറുകാർക്ക് ഇപ്പൊ നിലവിൽ 8ലാണ് ശനിയുടെ സ്ഥിതി, വക്രസ്ഥിതിയാണ്. ഇനിയിപ്പോ നമുക്ക് കുജന്റെ സഞ്ചാരം 11ലാണ്. 10ാം ഭാവാധിപനായ കുജൻ 11ലാണ് സഞ്ചാരം. അപ്പൊ ധർമ്മകർമാധിപ യോഗം എന്ന് പറയണം. അതെങ്ങനെയാണ് പറയുക, 9, 10ാം ഭാവാധിപനായ, അത് കർക്കിടക കൂറിന് 9ാം ഭാവാധിപനായ ഗുരുവും 10ാം ഭാവാധിപനായ കുജനും 11ൽ 44 ദിവസമാണ് കുജന്റെ സഞ്ചാരം. അപ്പൊ ഗുരുമംഗളയോഗം 11ൽ വളരെ ലാഭം കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ കാലയളവ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, ബിസിനസ് മേഖലയിലാണെങ്കിലും, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും, പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും, ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കൊക്കെ ഈ കാലയളവ് വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. ഇത് എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്നതാണ്. ഗുരു ഒരു വർഷം സഞ്ചരിക്കും, 1.5 വർഷമാണ്. ഗുരു ഒരു വർഷം ഒരു രാശി സഞ്ചരിക്കുകയാണെങ്കിൽ കുജൻ 45 ദിവസമാണ്. അപ്പം ഈ ചുറ്റു വരുമ്പോൾ 1.5 വർഷം കൊണ്ടാണ് ഒരു ചുറ്റു വരുന്നത്. ആര്? കുജൻ. ഒരു വ്യാഴവട്ടം പറയുന്നത് 12 വർഷമാണ്. അപ്പൊ ഈ രാശി തന്നെ ഇനി 12 വർഷം കഴിഞ്ഞേ വ്യാഴം വരുള്ളൂ. അപ്പൊ കുജന്റെ അവിടെ സംയോഗം നടക്കണം. അത് സംഭവിക്കാൻ വളരെ പാടാണ്. ഈ പ്ലാനറ്റ് അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ ഈ വിഷയത്തിൽ, ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് കുജ ഗുരു സംയോഗം, അതായത് ഗുരുമംഗള യോഗം. ഇതിൽ വളരെ നേട്ടം എന്ന് പറയുന്നത് കർക്കിടക കൂറുകാർക്കാണ്. ധർമ്മകർമാധിപ യോഗം സംഭവിക്കുകയാണ് 11. അപ്പൊ പിതാവ് വഴി എന്തെങ്കിലും ധനസഹായമോ അല്ലെങ്കിൽ വെളി രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ധനസഹായം വരാനോ അല്ലെങ്കിൽ പുറത്ത് പോയി
ഒരു 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 വർഷം നിന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ധനാഗമം വരാനോ, കുടുംബത്തിൽ തന്നെ പോയി ശുഭകാര്യം, മക്കളുടെ വിവാഹാദി കാര്യങ്ങൾ, പഠന വിഷയം, അതായത് എന്തുകൊണ്ട് ഒരു മനസ്സന്തോഷം ഉണ്ടാകുന്ന സമയമാണ് ഈ കാലയളവ്. അപ്പൊ നക്ഷത്രം പറയുമ്പോൾ തുടർന്ന് കാല്, പൂയം, ആയില്യം ഇവർക്ക് ഈ വരുന്ന ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ ഗുരു കുജ സംയോഗം, അതായത് ഗുരു മംഗളയോഗം വളരെ ഐശ്വര്യപൂർണമായിരിക്കും. എന്തുകൊണ്ട് ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് കാണുന്നത്, മോശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ. മകം, പൂരം, ഉത്തരം കാലഘട്ടം ചിങ്ങക്കൂറ്. ഇവർക്ക് 8, 9 ഭാവാധിപനായ ഗുരുവും കുജനും. നിലവിൽ 10ലാണ് ഗുരുവിന്റെ സഞ്ചാരം. ഈ വരുന്ന ജൂലൈ 12 ശേഷം 44 ദിവസം ഗുരുവിന്റെ കൂടെയാണ് കുജന്റെ സഞ്ചാരം. അപ്പൊ 10ലാണ്. 10ലിപ്പം ദൃഷ്ടി വരികയാണ് രാശിക്ക്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം വരാണെങ്കിൽ അത് പാഴാക്കി കളയരുത്. ഈഗോ പ്രശ്നം ഉണ്ടാവും. ഏതൊരു ജോലിയും ഇപ്പൊ നമുക്ക് ചെറിയ അരിഷ്ടത കാണുന്നുണ്ട്. 10ൽ വന്നു കഴിഞ്ഞാൽ, ഗുരു വന്നു കഴിഞ്ഞാൽ നമുക്കത് ജോലി ഇതാവുന്നതാണ് വരുന്നത്. ഒരു ജോലി മാറ്റം വരാനുള്ള സാധ്യത കാണുന്നു. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാനും, പഠന വിഷയത്തിലാണെങ്കിലും ഒരു പഠനം നമ്മൾ പകുതിയിൽ ഉപേക്ഷിക്കാനുള്ള അവസരം കാണുന്നു. വളരെ ശ്രദ്ധ പുലർത്തുക. ബിസിനസ് മേഖലയിലാണെങ്കിലും മാറി ചിന്തിക്കാനുള്ള അവസരമാണ് കാണുന്നത്. ഇതിൽ വളരെ ഗുണം ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കാണ്, ബിൽഡേഴ്സിന്. ഇവർക്കൊക്കെ വളരെ ഗുണം ചെയ്യും ഗുരു കുജ സംയോഗം, അതിന് ഗുരുമംഗളയോഗം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുമെങ്കിലും കുജന്റെ ദൃഷ്ടി രാശിക്ക് വരിക വളരെ അലസത വരും. വളരെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടും ഈ ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ 44 ദിവസം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് എങ്ങനെ. ഉത്തരമുക്കാല്, അത്തം, ചിത്തിര ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ഗുരുവിന്റെ സ്ഥിതി. അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങനെ പറയും, 7, 8 ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചാരം. ഒരു പാപഗ്രഹം, ഒരു ശുഭഗ്രഹം. ഗുരു പാർക്ക് കോടി പാപം നിവർത്തി. അപ്പൊ ഗുരുവിന്റെ കൂടെ ഏത് ഗ്രഹം ചേർന്നാലും ശുഭത്വം വരിക്കും. അപ്പൊ എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ നന്നാണ് കാണുന്നത്. ഇപ്പൊ ഈ നക്ഷത്രത്തിൽ കുട്ടികളുണ്ടെങ്കിൽ, വിവാഹാദി തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാലയളവ് പെട്ടെന്ന് നടത്തിക്കാനുള്ള അവസരമാണ് കാണുന്നത്. എന്തായാലും അടുത്ത മെയ് 2025 മെയ് 25 വരെ ഗുരുവിന്റെ സഞ്ചാരം പാകിസ്ഥാനത്താണ്. ഇപ്പൊ കുജന്റെ സഞ്ചാരം കൂടെ കയറുമ്പോൾ, അതായത് സംയോഗം, കുജ ഗുരു സംയോഗം, ഗുരുമംഗളയോഗം സംഭവിക്കുമ്പോൾ കുറച്ചുകൂടെ അനുകൂലമാണ്. പഠന വിഷയത്തിലാണെങ്കിലും പെൺകുട്ടികൾക്കാണ് കൂടുതലും ഇതിൽ ഒരു ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ജോലി സാധ്യത, വിവാഹാദി കാര്യം, പഠന വിഷയത്തിൽ ഉന്നത വിജയം കൈവരിക്കാം. എന്തുകൊണ്ടും ഈ കാലയളവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലതാണ് കാണുന്നത്. ഇപ്പൊ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അംഗീകാരം കിട്ടാനുള്ള സമയമാണ് കാണുന്നത്. എന്തുകൊണ്ടും ബിസിനസ്സിലൊക്കെ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും. രാശിക്ക് വ്യാഴന്റെ ദൃഷ്ടി വരുന്നത് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. പ്രായമായവരുണ്ടെങ്കിലും ഇവർക്കൊക്കെ ഇപ്പം ക്ഷേത്ര ദർശനമൊക്കെ നടത്താനുള്ള അവസരം കാണുന്നു. പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം, മൂകാംബിക ക്ഷേത്ര ദർശനമൊക്കെ നടത്താനുള്ള അവസരം കാണുന്നു. ചിലവർക്ക് തിരുപ്പതി പോലെ മഹാക്ഷേത്രം തുടരാനുള്ള അവസരവും കാണുന്നു. അപ്പോൾ നമുക്ക് 7 രാഹുലിന്റെ സഞ്ചാരം രാഹുലിന്റെ ദൃഷ്ടി വരികയാൽ പരിഹാരാർത്ഥം രാഹുൽ നമുക്ക് പരിഹാരം ചെയ്യാം. പരിഹാരാർത്ഥം 1000 വരെ വഴിപാട് നടത്തും, ദോഷകാര്യം കുറയ്ക്കും. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഒരു 90% ഈ രാശിക്കാർക്ക് ഗുണഫലമാണ് കാണുന്നത്, ദോഷവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക് എങ്ങനെ. ചിത്തിര, ചോതി, വിശാഖം, മുക്കാലി. ഇവർക്ക് നിലവിൽ 6ലാണ് രാഹുലിന്റെ സഞ്ചാരം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് കുജമാറ്റമാണ് പറഞ്ഞു വരുന്നത്. ഈ വരുന്ന 2024 ജൂലൈ മാസം 12-ാം തീയതി കുജൻ ഗുരുവിന്റെ കൂടെ സംയോഗം. അപ്പൊ 8ലാണ് സഞ്ചാരം. 8ാം ഭാവം അത്ര നന്നല്ല, ധനനഷ്ടമാണ് കാണുന്നത്. അതായത് 6, 7 ഭാവാധിപൻ. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ കടം രോഗം വരരുത്, 7 എന്ന് പറഞ്ഞാൽ കർത്തസ്ഥാനം. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വിരസലകൾ വരാനോ, അഭിപ്രായ വ്യത്യാസം വരാനോ, അതായത് ഭാര്യ ഭർത്ത തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരാനോ, അത് വളരെ രൂക്ഷമാവാനുള്ള സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധ വേണം. അതായത് ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഇവർക്ക് ഈ 8ലെ സഞ്ചാരം അത്ര നന്നല്ല, വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അലസത കൂടുന്ന സമയമാണ്. എന്തിനൊരു മടിപ്പ്, അതായത് ഒരു മനസ്സിലൊരു എന്താണ് ഇങ്ങനെ നമുക്കൊന്നും ശരിയാവുന്നില്ല,
പഠനം മനസ്സിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിയിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ ഒരു തോന്നലൊക്കെ വരാം. 5-ലെ ശനിയുടെ സ്ഥിതിയും ചെറിയ അലസത കാണിക്കും. പരിഹാരം ചെയ്താൽ നമുക്ക് എല്ലാം മാറ്റിവിടാൻ സാധിക്കും. പരിഹാരാർത്ഥം ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് പലക്ഷയം നടത്തുന്ന ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നമുക്ക് അർച്ചനയ്ക്ക് കൊടുക്കാം, അത് പുഷ്പാഞ്ജലി, ദോഷകാഠിന്യം കുറയും. പിന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഈ കാലയളവ് അത്ര നന്നല്ല, ധനനഷ്ടമാണ് കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 6, 7 ഭാവാധിപത്യത്തിൽ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. കുടുംബ ജീവിതത്തിലും വളരെ ശ്രദ്ധനാണ്. നമുക്കിപ്പോൾ എങ്ങനെ പറയാം, പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാനോ അത് ചൊല്ലി കുടുംബ വഴക്ക് വരാനുള്ള സാധ്യത കാണുന്നു. ദൃഷ്ടി വരികയാണ് 2-ാം ഭാവം, കുടുംബസ്ഥാനം. എന്തിനൊരു സമാധാനം വേണം, ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് വൃശ്ചികർക്ക് എങ്ങനെ. വിശാഖകാലി, അനിഴം, തൃക്കേട്ട ഇവർക്ക് വളരെ നല്ലതാണ് കാണുന്നത്. അതായത് വിശാഖകാല്, അനിഴം, തൃക്കേട്ട ഇവർക്ക് 2, 5-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും രാശിയധിപനും സഞ്ചരിക്കുന്നത് ഏഴിലാണ്. വളരെ പ്രത്യേകതയാണ്. അതായത് 2, 5-ാം ഭാവാധിപൻ, രാശി 6-ാം അധിപൻ 7 സഞ്ചരിക്കുന്നത് ഗുരുകുജ സംയോഗം, ഗുരുമംഗളം സംഭവിക്കുകയാണ്. ഇത് എപ്പോഴെങ്കിലും ഒരിക്കൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇവര് ഈ രാശി തന്നെ ഇനി ഏത് വർഷം, എത്ര വർഷം കഴിഞ്ഞ് സംയോഗിക്കും നമുക്കറിയില്ല. അപ്പം ഈ രാശി കറങ്ങി വരുമ്പോൾ 12, ഒരു വ്യാഴോട്ടം എന്ന് പറയുന്നത് 12 വർഷം, 12 വർഷം 12 രാശിയിൽ സഞ്ചരിക്കും. കുജൻ 44 ദിവസം, ചിലപ്പോൾ അസ്തംഗത്തിൽ, ചിലപ്പോൾ ഒരു 6 മാസം വരെ ഒരു രാശി നിൽക്കും. ഈ സംയോഗം എപ്പോഴും നടക്കണമെന്നില്ല. അത് ഈ വൃശ്ചിക രാശിക്കാർക്ക് 7-ാം ഭാവത്ത് വളരെ പ്രത്യേകതയാണ്. ഇപ്പൊ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് കളത്ര ദോഷം മാറുകയാണ്. അപ്പൊ എന്ത് എന്റെ ജാതകത്തിൽ ഇപ്പൊ കളത്ര ദോഷം ഉണ്ടെങ്കിൽ ഈ കാലയളവ് 44 ദിവസമാണ്, ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ. വിവാഹാദി കാര്യങ്ങളുള്ള തടസ്സം എല്ലാം മാറുകയാണ്. പെട്ടെന്നുള്ള ഒരു ആലോചന വരാനോ നടക്കാനോ, ചില കുട്ടികൾക്കൊക്കെ 26, 27 വയസ്സായിട്ട് ഒന്നും ശരിയാവുന്നില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹ തടസ്സം കാണുന്നു. അവർക്കെല്ലാം ഈ കാലയളവ്. വിവാഹം നമുക്കൊരു നിശ്ചയിപ്പ് നടത്താനോ, വിവാഹം നമുക്ക് മാസം മാറ്റിവെച്ചാലും കുഴപ്പമില്ല. ഈ കാലയളവ് ഒരു ഉറപ്പിപ്പ്, പെട്ടെന്നുള്ള വിവാഹ കാര്യം നടക്കാനുള്ള അവസരം കാണുന്നു. പിന്നെ ഗോൾഡ് വാങ്ങിക്കാനുള്ള ഒരു അവസരം കാണുന്നു. കുടുംബത്തിൽ വിവാഹം നടക്കാനുള്ള ശുഭകാര്യം. പിന്നെ പുത്രദോഷം, ചിലവർക്കൊക്കെ പുത്രം കിട്ടാനുള്ള ഒരു കാലതാമസം, അവർക്ക് ഈ കാലയളവ് പുത്ര ഭാഗ്യം കിട്ടാനുള്ള അവസരം കാണുന്നു. ആ ദോഷം മാറി കിട്ടും. എന്തുകൊണ്ടും ഈ വൃശ്ചികക്കാർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. പിന്നെ അടുത്ത മെയ് 25 വരെ ഗുരുവിന്റെ സഞ്ചാരം ഇടവത്തിലാണ്, 7-ാം ഭാവത്താണ്. എന്തുകൊണ്ടും വളരെ നല്ല വശമാണ് കാണുന്നത്, മോശം വശമല്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഗോൾഡ് മർച്ചന്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് ലാഭവിഹിതം കൂടും. ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നവർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഈ കാലയളവ് നമുക്ക് ലാഭവിഹിതം കൂടും. എന്തുകൊണ്ടും നമുക്ക് ഉന്നതിയിലെത്താനുള്ള അവസരമാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. അതിപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അടുത്തൊരു ജോലി സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വൃശ്ചികക്കാർക്ക് നല്ല അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടും നമുക്ക് ഗുണഫലമേ ഉള്ളൂ, ദോഷവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് എങ്ങനെ. മൂലം, പുരാണം, ഉത്രാടം, കാരണം എന്നാണ് ധനുക്കൂറ്. ഇവർക്ക് രാശി 4, 5, 12-ാം ഭാവം. ഇവർ 6-ലാണ് സഞ്ചാരം. ഇപ്പൊ കുജിന് 6-ാം സ്ഥാനം എന്ന് പറയുന്നത് ഉപജയ സ്ഥാനമാണ്, നല്ലതാണ്. പിന്നെ വ്യാഴന്റെ കൂടെ ആകുമ്പോൾ അത്ര നന്നല്ല. 6-ൽ വ്യാഴം മറവാണ്. അപ്പൊ കുജൻ അവിടെ നിൽക്കുമ്പോൾ ചെറിയ കാര്യതടസ്സം, ഇപ്പൊ എന്തെങ്കിലും നമുക്കൊരു കട പ്രശ്നം വരാനുള്ള അവസരം കാണുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ധനവിമുക്തം കൊടുക്കാനുണ്ടെങ്കിൽ അത് നെരുക്കടി എന്ന് പറയും. കൊടുക്കാനുള്ള കാശ് അവർ വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുക, നമുക്ക് അതിലുള്ള തിരിച്ചടയ്ക്കാനുള്ള ഒരു കാലതാമസം വരിക. അത് BMA ആണെങ്കിലും ഗവൺമെന്റ് ലോൺ ആണെങ്കിലും ഈ കാലത്ത് വളരെ ശ്രദ്ധ വേണം. ഗോൾഡ് മിസ്സിംഗ് ആവാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗോൾഡ് പണയം പോവുക, ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് ധനാഗമം കുറയും. പിന്നെ പൊതുപ്രവർത്തനത്തിൽ, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്കും ഈ കാലയളവ് അത്ര നന്നല്ല. എന്തുകൊണ്ടും ഈ ഒരു, അതായത് വരുന്ന ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ വളരെ ശ്രദ്ധ വേണം. കുജൻ 6-ലാണെങ്കിലും വ്യാഴന്റെ കൂടെ സംയോഗം, അതായത് ഗുരു മംഗളയോഗം പറയാമാണെങ്കിലും 6-ലാണ് ഗുരുവിന്റെ സഞ്ചാരം. വളരെ ശ്രദ്ധ വേണം. ഒരു വാഗ്ദാനങ്ങളിൽ ചെന്ന് പെടരുത്. പരിഹാരാർത്ഥം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുന്ന ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ 4-ലെ രാഹുവിന്റെ സ്ഥിതി നമുക്ക് അത്ര നന്നല്ല. 1000-ൽ 100 പാലും വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ. മകരക്കൂറിലെ ഏതാണ് നക്ഷത്രം വരും? ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ട, ഇവർക്ക് 5-ലാണ് കുജഗുരു സംയോഗം.
അപ്പൊ 5-ൽ നിലവിൽ ഗുരുവിന്റെ സഞ്ചാരമുണ്ട്. ഈ വരുന്ന ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ 11 4-ാം ഭാവാധിപൻ 5-ൽ ഗുരുവിന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഗുരുമംഗളയോഗം വളരെ പ്രത്യേകതയാണ് ഈ കാലയളവ്. എങ്ങനെ പറയാന്ന് വെച്ചാൽ ഇപ്പം സർവ്വ ഐശ്വര്യമാണ് ഫലം മകരക്കുറർക്ക്. അപ്പൊ ഈ ആണ്ട് ശരിയാണല്ലോ, വക്രഗതിയാണല്ലോ ശരി, അതൊന്നും നമ്മൾ നോക്കണ്ട. വക്രഗതി ആണെങ്കിലും നമുക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ധനപരമായിട്ട് ഇപ്പോൾ കുട്ടികളുടെ ഒരു വിവാഹാദി കാര്യങ്ങളാണെങ്കിലും കുടുംബത്തിൻ്റെ ഒരു വീട് വാഹനയോഗം ഇതെല്ലാം ഈ കാലത്ത് നടക്കും. നമ്മളുടെ കുറേ നാളത്തെ ആഗ്രഹം, ഒരു ഗോൾഡ് വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹാദി കാര്യം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന വിഷയം, ഇതിൻ്റെ തടസ്സം എല്ലാം മാറുകയാണ്. അപ്പം എന്തുകൊണ്ടും ഈ ഗുരു കുജ സംയോഗം, അതായത് ഗുരുമംഗളയോഗം നമുക്ക് 5-ലാകിയാൽ വളരെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു അംഗീകാരം കിട്ടാനുള്ള സമയമാണ്. ചിലവർ കുറേ കാലം ഞാൻ ഒരു ജോലിയിൽ പ്രവർത്തിക്കുകയാണ്, എനിക്ക് ഒരു അംഗീകാരമില്ല, എനിക്കൊരു പ്രൊമോഷൻ ഇത്യാദി വരുന്നില്ല. അവർക്ക് പെട്ടെന്നുള്ള ഒരു അംഗീകാരം ലഭിക്കുകയും, അതിപ്പോൾ രാഷ്ട്രീയ മേഖല പറയാം, ഗവൺമെന്റ് തലത്തിൽ പറയാം, കുടുംബത്തിൽ തന്നെ നമുക്കൊരു അംഗീകാരം കിട്ടാൻ പെട്ടെന്നുള്ള ധനകാമോനുള്ള അവസരം കാണുന്നു. പിന്നെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിൽ നിന്ന് നടത്താനുള്ള, ഈ നക്ഷത്രത്തിൽ മക്കളുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇപ്പം ഒരു വിവാഹാദി കാര്യം, ശുഭകാര്യം നടക്കാനുള്ള അവസരം കാണുന്നു. സർവ്വ ഐശ്വര്യമാണ് ഫലം ഈ മകരക്കുറുകാർക്ക്. എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക്, അതായത് ഉത്രാടമുക്കാർ, തിരുവോണ, അവിട്ടാര, ഇവർക്ക് ഈ കാലയളവ്, അതായത് ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ വളരെ അനുകൂലമാണ്. എന്നാലും നമുക്ക് അടുത്ത മെയ് 25 വരെ, 2020 മെയ് 25 വരെ ഗുരു 5-ലാണ് സഞ്ചാരം. അത് നമുക്ക് ഗുണഫലമാണ് തരുന്നത്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക്. അവിട്ടാര, ചതയം, പുരട്ടാതി, മുക്കാലടങ്ങുന്നതാണ് കുംഭക്കൂറ്. ഇവർക്ക് 4-ലാണ് വ്യാഴന്റെ നിലവിൽ സഞ്ചാരം. ഇനി 3-ാം ഭാവാധിപനായ കുജൻ 4-ൽ വരുന്നത് വളരെ പ്രത്യേകതയാണ്. ഒരു സ്ഥലം മാറ്റം വരാനുള്ള അവസരം കാണുന്നു, വീട് മാറി നിൽക്കാനുള്ള ഒരു അവസരം കാണുന്നു. അപ്പൊ രാശി പറയുകയാണെങ്കിൽ നിലരാശി പറയും. നിലരാശിക്ക് അത്ര എങ്ങനെ പറയാം, ഒരു പുതിയ ഭൂമി വാങ്ങിക്കാനോ, അല്ലെങ്കിൽ ഒരു ഭൂമി വിറ്റിട്ട് സമാനമായിട്ട് ഒരു ഭൂമി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പോലെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. ഇപ്പൊ നമ്മളിപ്പം ഗുരു സംയോഗം എന്ന് പറയുന്നത്, കുജൻ എന്ന് പറയുന്നത് ചെമ്മണ്ണാണ്, ഭൂമിയാണ്. ഒരു ചെമ്മണ്ണ് ഭൂമി ഇപ്പോൾ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിക്കാനുള്ള അവസരം, എക്സസ് മണി നമുക്ക് കയ്യിൽ വരും. കുടുംബത്തിലേക്ക് വേണ്ടി ഒരു എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാം, ഗോൾഡ് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ ഒരു എക്സസ് കാശിൽ ഒരു ഭൂമി വാങ്ങിക്കാനോ, ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള അവസരം കാണുന്നു. പഠന വിഷയത്തിലാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. പഠനമൊക്കെ നമുക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠനമാണെങ്കിലും മെഡിക്കൽ എൻട്രൻസ് ആണെങ്കിലും എയറോനോട്ടിക് എഞ്ചിനീയർ ആണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. നമുക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ഇപ്പൊ ജന്മശനി ആണെങ്കിലും വക്രഗതി ആയതുകൊണ്ട് അത്ര ബാധകമല്ല. 12-ന് ചെറിയ ഫലം ചെയ്യുമെങ്കിലും ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും നമുക്ക് ധനപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തു, നമ്മളെ കുടുംബ വസ്തു വിൽക്കാനോ അത് കൈമാറ്റം ചെയ്യാനോ ചെയ്തിട്ട് സമാനമായിട്ടുള്ള വസ്തു വാങ്ങിക്കാനുള്ള യോഗം കാണുന്നു. അതിപ്പോൾ വാഹനമാണെങ്കിലും ആവാം, ഒരു ഫ്ലാറ്റ് ആവാം, അല്ലെങ്കിൽ ഗോൾഡ് ഇത്യാദി വാങ്ങിക്കാനുള്ള അവസരം കാണും. എന്തുകൊണ്ടും ഈ കുംഭക്കൂറുകാർക്ക് ഈ കാലഘട്ടം, അതായത് ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ വളരെ അനുകൂല സമയമാണ് കാണുന്നത്, മോശവശമല്ല. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് കുജമാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാസം വരെ ഉൾപ്പെടും. കർക്കിടക മാസം നമുക്ക് നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് എങ്ങനെ. മീനക്കൂറിലെ നക്ഷത്രം പുരട്ടാതികാലി, ഉത്രട്ടാതി, ഏതതി. ഇവർക്ക് 3-ലാണ്, അതായത് 2-ാം ഭാവാധിപൻ 3-ൽ ഗുരുവിന്റെ കൂടെ, രാശി 10-ാം ഭാവാധിപന്റെ കൂടെ സഞ്ചരിക്കുന്നത് അത്ര നന്നല്ല. നമുക്ക് ധനപരമായിട്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സമയമാണ് കാണുന്നത്. ഭൂമി കൈമാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ഗോൾഡ് കൈവശം ഉണ്ടെങ്കിൽ മിസ്സിംഗ് പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു, വളരെ ശ്രദ്ധ വേണം. ഒരു വാഗ്ദാനങ്ങളും ചെന്നപ്പെടരുത്. അത് ഫൈനാൻസ് ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധ വേണം. ഇല്ലീഗലായിട്ടൊന്നും പ്രവർത്തിക്കരുത്. കുജ ഗുരു സംയോഗം, ഗുരു 3-ൽ മറവാണ്, നമുക്ക് ധനനഷ്ടം വരാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ കാലയളവ് അത്ര നന്നല്ല. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അലസതയാണ് ഈ കാലയളവ്. 3-ൽ ഇപ്പം കുജ നിൽക്കുന്നത് നമുക്ക് ധൈര്യസ്ഥാനം നല്ലതാണെങ്കിലും ഗുരു മറവാണ്, വളരെ ശ്രദ്ധ വേണം. പരിഹാരാർത്ഥം ഇപ്പൊ ബിസിനസ് മേഖലയും പറയാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് ഒരു ഗസിങ് വേണ്ട, ഊഹക്കച്ചവടം പാടില്ല. അതിപ്പം ഷെയർ മാർക്കറ്റ് ആണെങ്കിലും വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെങ്കിലും ചെറിയ അലസത കാണുന്നുണ്ട്. പരിഹാരാർത്ഥം ഗുരു കുജ സംയോഗം, അതായത് ഗുരുമംഗള യോഗത്തിന്
അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലാഭിഷേകം നടത്തുന്ന ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ കുടുംബക്ഷേത്ര ഭദ്രകാളിക്ക് കടുംബായുസ വഴിപാട് നടത്തുന്നത്, തെച്ചിമാല കൊടുക്കുന്നതും ദോഷകാഠിന്യം, അത് ചൊവ്വാഴ്ച ദിവസം കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. വളരെ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. അതായത് ജൂലൈ 12 മുതൽ ആഗസ്റ്റ് 26 വരെ. എന്തുകൊണ്ടും ഈ കാലയളവ് നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. വളരെ ശ്രദ്ധ വേണം. ശുഭവസ്തു.